വനിതാ ദിനത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ സംഗമം നടത്തി. നിളയോര പാതയിൽ നടന്ന മഹിളാ സംഗമം CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷ്ണി അലി ഉദ്ഘാടനം ചെയ്തു. You may be thinking that I am saying something that cannot happen, but it is already happening. In many parts of North India, Uttar Pradesh, Bihar, Madhya Pradesh, especially where BJP is ruling, this is the condition of women. This is the condition of Dalits. Just 3 days back, on the 4th of March, I had gone with one comrade to one village in Uttar Pradesh. It's not a remote village, it is on the main road. And in that village, the Dalit community, there was a very dirty place. They cleaned it and they decided they will make a park, Dr. Ambedkar Park. And they put Dr. Ambedkar's photo inside that park. After 10 days, the police came with a bulldozer. Now everything will be under the bulldozer. They came with the bulldozer and they tried to break that where the photo had been put. But those Dalit women, they were so brave. They came and they surrounded that photograph. They said, no, we will not allow you to touch it. The police beat them with lathis, but those women did not move from there. After that, the police started firing, straight firing at women and children. And the women ran, and one boy, Sumesh, hardly 15 years old, he got a bullet in his head and he died, a Dalit boy. വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു സംഗമം. അഡ്വക്കേറ്റ് ഇ സിന്ധു അധ്യക്ഷയായി. മന്ത്രി വി അബ്ദുറഹ്മാൻ, ജില്ലാ സെക്രട്ടറി VT സോഫിയ, P ഇന്ദിര, ധന്യ പതിയാരത്ത് എന്നിവർ സംസാരിച്ചു. സ്ത്രീ സമൂഹത്തിന് വേണ്ടി എന്നും പോരാടിച്ചിട്ടുള്ള, ഇന്നും പോരാടിച്ചുകൊണ്ടിരിക്കുന്ന അവരെ ഈ വേദിയിൽ കണ്ടതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടത്, ബൽക്കി ബാനോ കേസടക്കമുള്ള ഇന്ത്യയിലെ വനിതകൾ നേരിട്ട നിരവധി പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടാൻ ധൈര്യം കാണിച്ചിട്ടുള്ള വനിതയാണ്. ധീരമായ നേതൃത്വമാണ് ഇന്ത്യയിലെ വനിതകൾക്ക് വേണ്ടി അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ആ ദീർഘമായ കാര്യത്തിലേക്കൊന്നും തന്നെ കയറുന്നില്ല. രാജ്യം ഒരു വലിയ രാഷ്ട്രീയ സമരത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യ എന്നൊരു വാക്ക് തന്നെ നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കി. NCV ന്യൂസ്, മാറഞ്ചേരി. ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.